ഈ മാവേലിക്കര മണ്ഡലം LDF-ന് മുൻതൂക്കമുള്ള ഒരു മണ്ഡലമായി ഡീലിമിറ്റേഷൻ കഴിഞ്ഞ് വന്നപ്പോൾ ഇവിടെ LDF-ന് ആയാസമായി വിജയിക്കാൻ കഴിയുന്ന ഒരു മണ്ഡലമായിരുന്നു. പക്ഷേ ഈ പാർലമെന്റ് മണ്ഡലത്തിൽ 3-4 തെരഞ്ഞെടുപ്പ്, ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ 18 ലോക്സഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ 4 തെരഞ്ഞെടുപ്പുകളും LDF-നെ എല്ലാ പ്രതികൂലമായ സാഹചര്യങ്ങളെയും എല്ലാ പ്രതിബന്ധങ്ങളെയും പ്രതിസന്ധികളെയും ഒക്കെ അതിജീവിച്ചുകൊണ്ട് എനിക്ക് ഇവിടെ വിജയിക്കാൻ കഴിഞ്ഞത് ഐക്യ ജനാധിപത്യ മുന്നണി പ്രവർത്തകരും നൽകിയ ഉറച്ച പിന്തുണയാണ്. മറ്റു മണ്ഡലങ്ങളെ പോലെ അല്ല. അതോടൊപ്പം തന്നെ ഈ നിയോജകമണ്ഡലത്തിൽ മതന്യൂനപക്ഷങ്ങൾ, മൈനോറിറ്റീസ്, അവരുടെ വോട്ടും മറ്റ് നിയോജകമണ്ഡലങ്ങളുമായി കമ്പയർ ചെയ്യുമ്പോൾ, താരതമ്യപ്പെടുത്തുമ്പോൾ അത് മറ്റ് പാർലമെന്റ് മണ്ഡലങ്ങളെ പോലെ മതന്യൂനപക്ഷങ്ങളുടെ വലിയ വോട്ട് ബാങ്കുള്ള ഒരു പാർലമെന്റ് മണ്ഡലമല്ല മാവേലിക്കര പാർലമെന്റ് മണ്ഡലം. അതുകൊണ്ട് തന്നെ ഇവിടെ 1 ലക്ഷം, 1.5 ലക്ഷം, 2 ലക്ഷം വോട്ടിനൊക്കെ മറ്റു മണ്ഡലങ്ങളിൽ UDF-ന്റെ MPമാർ ജയിക്കുമ്പോൾ മാവേലിക്കര പാർലമെന്റ് മണ്ഡലത്തിൽ അതിന് സാധ്യമല്ല. കാരണം ഇത് ഇടതുപക്ഷത്തിന് വളരെയധികം മുൻതൂക്കമുള്ള മണ്ഡലമാണ്. ഈ മണ്ഡലത്തിലാണ് ഇത്തവണയും തെരഞ്ഞെടുപ്പ്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്താൻ വേണ്ടിയുള്ള അജണ്ട ഉണ്ടായിരുന്നു. മാധ്യമങ്ങളുടെ ഒരു സിൻഡിക്കേറ്റ് ഉണ്ടായിരുന്നു. മാധ്യമങ്ങളെ വിനിയോഗിച്ചുകൊണ്ട് എനിക്കെതിരായി സർവേകളിൽ പോലും എന്നെ പരാജയപ്പെടുത്തുവാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തി. അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ടുള്ള തിളക്കമാർന്ന വിജയമാണ് യഥാർത്ഥത്തിൽ മാവേലിക്കരയിലെ UDF-ന്റെ വിജയമാണ് ഏറ്റവും തിളക്കമാർന്ന വിജയമെന്ന് ഈ അവസരം പറയാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് വളരെ അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് വിജയിക്കുമ്പോൾ ലോക്സഭയിൽ 8ാം പ്രാവശ്യം കേരളത്തിൽ വിജയിച്ചു പോകുന്ന ഒരു പാർലമെന്റ് അംഗമായി എനിക്ക് മാറാൻ കഴിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യം 7 പ്രാവശ്യം ലോക്സഭാ അംഗമായിരുന്നപ്പോൾ നിരവധി പദവികൾ ലോക്സഭയിലെ സീനിയർ അംഗമെന്ന നിലയിൽ എനിക്ക് ലഭിക്കുകയുണ്ടായി. തീർച്ചയായും വീണ്ടും 8ാമത് ലോക്സഭാ അംഗമായി വിജയിച്ചു പോകുമ്പോൾ മാവേലിക്കരയ്ക്ക് അഭിമാനകരമായ പ്രവർത്തനങ്ങൾ തീർച്ചയായും കാഴ്ചവെക്കുമെന്ന് ഒരിക്കൽ കൂടി പറയുന്നു. എല്ലാ നുണപ്രചരണങ്ങളും, കള്ളപ്രചരണങ്ങളും, അപവാദ പ്രചരണങ്ങളും ഇടതുപക്ഷ മുന്നണിയുടെ ഭാഗത്തുണ്ടായി. അതോടൊപ്പം തന്നെ BJP ഉൾപ്പെടെയുള്ള എതിരാളികളുടെ ഭാഗത്തുണ്ടായി. അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് ഈ നിയോജകമണ്ഡലത്തിൽ വിജയിക്കാൻ കഴിഞ്ഞത് തീർച്ചയായും ഞങ്ങൾ കൂട്ടായി നടത്തിയ, ഒറ്റക്കെട്ടായി നടത്തിയ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ്. എല്ലാ ചാനലുകളും പറഞ്ഞു മാവേലിക്കര ഇത്തവണ ഇടത്തോട്ടാണ്. എല്ലാ നിരീക്ഷകന്മാരും പറഞ്ഞു മാവേലിക്കരയിൽ ഇത്തവണ UDF തോക്കും, LDF ആണ് ഇടത്തോട്ട്, ചെറുപ്പക്കാരനാണ് സ്ഥാനാർത്ഥി, യുവത്വം തുളുമ്പുന്ന സ്ഥാനാർത്ഥിയാണ് എന്നൊക്കെ പറഞ്ഞ് വോട്ടർമാരെ തെറ്റിദ്ധരിപ്പിച്ച് യുവാക്കളുടെ വോട്ടൊക്കെ വാങ്ങിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തി. ആ ശ്രമങ്ങൾ ചിലപ്പോൾ ഒരുപക്ഷെ കുറേയൊക്കെ വിജയിച്ചിട്ടുണ്ടാകും എന്ന് ഞങ്ങൾ കരുതുകയാണ്. പക്ഷേ യുവാവല്ലെന്ന് നമുക്കല്ലേ അറിയാവൂ. അതുകൊണ്ട് അത് അവിടെ നിൽക്കട്ടെ, ഞാൻ ഇതിലേക്ക് കിടക്കുന്നില്ല. 41 വയസ്സുകാരൻ എങ്ങനെയാണ് യുവാവാകുന്നത്? അതുകൊണ്ട് അത് ഞങ്ങൾ തന്നെ പറഞ്ഞാണ്. എന്തായാലും ഞാൻ ആ ഭാഗത്തേക്ക് കിടക്കുന്നില്ല. എന്തുകൊണ്ടും എല്ലാ തരത്തിലുള്ള പ്രതിബന്ധങ്ങൾ, എന്നെ തോൽപ്പിക്കുക, എന്നെ പാർലമെന്റിലേക്ക് അയക്കാതിരിക്കുക എന്നുള്ളതായിരുന്നു ചില മാധ്യമങ്ങളുടെയും ചില ആക്ടിവിസ്റ്റുകളുടെയും ചില ഓൺലൈൻ മാധ്യമങ്ങളുടെയും മുഖ്യ അജണ്ട. അതിനുവേണ്ടി അവർ പരമാവധി തെറ്റിദ്ധാരണ പരത്തുന്ന രീതിയിലുള്ള വാർത്തകൾ ജനങ്ങളുടെ ഈ നിയോജകമണ്ഡലത്തിൽ വോട്ടർമാരുടെ നൽകിക്കൊണ്ട് എന്നെ തോൽപ്പിക്കാനുള്ള നീക്കങ്ങൾ നടത്തി. അതിനെ അതിജീവിച്ചുകൊണ്ടാണ് ഈ ലോക്സഭാ മണ്ഡലത്തിൽ ഞാൻ വിജയിച്ചിരിക്കുന്നത് എന്ന് വളരെ സന്തോഷത്തോടുകൂടി അറിയിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ എന്നെ വിജയിപ്പിച്ച മുഴുവൻ വോട്ടർമാരോടുമുള്ള ആത്മാർത്ഥമായ നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. മാവേലിക്കര പാർലമെന്റ് മണ്ഡലത്തിൽ സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ കാലങ്ങളിൽ ഇവിടെ നടപ്പാക്കിയിട്ടുള്ളത്. ഇവിടെ വികസനമുണ്ടായില്ല. MPയെ കാണാൻ എത്ര മ്ലേച്ഛകരമായ, എത്ര നിലവാരമില്ലാത്ത ആരോപണങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പിൽ എനിക്കെതിരെ ഉന്നയിച്ചത്. മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിൽ നടത്തിയിട്ടുള്ളതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ ജില്ലാ സ്ഥാനമല്ലാത്ത വെറും ഗ്രാമീണ മേഖല മാത്രമുള്ള ഈ മണ്ഡലത്തിൽ നടത്തിയുള്ള വികസനം ഇവിടുത്തെ ജനങ്ങൾക്കറിയാം. അതുപോലെ തന്നെ MPയുടെ സാന്നിധ്യമില്ലാത്ത ഏതെങ്കിലും ഒരു പരിപാടി ഈ മണ്ഡലത്തിൽ നടന്നിട്ടുണ്ടോ? അപ്പോൾ മറ്റുള്ള MPമാരെക്കാൾ വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു പ്രവർത്തന ശൈലി, 2 ഓഫീസുകൾ, MP ഓഫീസുകൾ ഈ മണ്ഡലത്തിൽ പ്രവർത്തിച്ചുകൊണ്ട് ഈ മണ്ഡലത്തിലെ വോട്ടർമാർക്ക് MPയുടെ സഹായം ഉറപ്പാക്കിയ ജനപ്രതി. അതുകൊണ്ട് ഈ കള്ളത്തരങ്ങളും എനിക്കെതിരെ ഉന്നയിച്ച എല്ലാ ആരോപണങ്ങളും ആക്ഷേപങ്ങളും അതെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ട് ഇവിടുത്തെ വോട്ടർമാർ എന്നിൽ വിശ്വാസമർപ്പിച്ചു. ആ വിശ്വാസത്തിനനുസരിച്ച് വരുന്ന 5 വർഷക്കാലം മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് മുന്നിൽ നിന്ന് നേതൃത്വം നൽകുമെന്ന് ഒരിക്കൽ കൂടി അറിയിക്കുന്നു. കേന്ദ്രത്തിൽ വളരെ സന്തോഷകരമായ വാർത്തകളാണ് വരുന്നത്. നരേന്ദ്രമോദിയെ മുട്ടുകുത്തിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നരേന്ദ്രമോദിയുടെ എല്ലാ തരത്തിലുള്ള അവകാശവാദങ്ങളും അതിനെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ട് ഇന്ത്യയിലെ ജനങ്ങൾ ഇതാ ഇന്ത്യ സഖ്യത്തിന് പിന്നിൽ അണിനിരന്നിരിക്കുകയാണ്. കേന്ദ്രത്തിൽ ഇന്ത്യ സഖ്യം നേതൃത്വം നൽകുന്ന ഒരു ജനാധിപത്യ മതേതര ഗവൺമെന്റ്
ഉണ്ടാകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതിന് ഈ രാജ്യത്തെ എല്ലാ പ്രാദേശിക കക്ഷികൾ ഉൾപ്പെടെയുള്ള മതനിരപേക്ഷ കക്ഷികൾ കോൺഗ്രസിനൊപ്പം ചേർന്നുകൊണ്ട് ബിജെപിയെയും നരേന്ദ്രമോദി അധികാരത്തിൽ പുറത്തു നിർത്താൻ വേണ്ടി എന്ത് വിട്ടുവീഴ്ചയും ചെയ്ത് ഈ ഭരണമാറ്റത്തിന് അല്ലെങ്കിൽ കേന്ദ്രത്തിലെ നരേന്ദ്രമോദി ഗവൺമെന്റിനെ പുറത്താക്കാൻ തീർച്ചയായും ഇന്ത്യ സഖ്യത്തിന്റെ ദേശീയ നേതൃത്വം തീരുമാനമെടുക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അതിന് ഇന്ത്യയിലെ എല്ലാ രാജ്യത്തിന്റെ താൽപര്യത്തിനു വേണ്ടി, നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടന സംരക്ഷിക്കാൻ വേണ്ടി, നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യ മതേതര മൂല്യങ്ങൾ ഈ രാജ്യം നിലനിർത്താൻ വേണ്ടിയാണ് ജനങ്ങൾ വോട്ട് ചെയ്തിരിക്കുന്നത്. ആ ജനാധിപത്യ മതേതര മൂല്യങ്ങൾ നടപ്പാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ ഇവിടുത്തെ എല്ലാ ജനാധിപത്യ മതേതര കക്ഷികൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് മുന്നോട്ട് പോകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.